എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന SSC GD പരീക്ഷയുടെ എക്സാം സിറ്റിയും അതുപോലെ തന്നെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. പക്ഷേ നമ്മൾ SSC KKR വെബ്സൈറ്റ് ഇപ്പോൾ ഹാങ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനും ആദ്യമായിട്ട് എക്സാം എഴുതുന്നതിൻ്റെ പ്രശ്നങ്ങളും പ്രഷറുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിശയിലെ എല്ലാ ഫാക്കൽറ്റീസിനും എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇന്ന് എക്സാം ഡേറ്റും എക്സാം സിറ്റിയും ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. ഒരിക്കലും സംശയങ്ങളോടെ തന്നെ എക്സാമിന് പോകരുത്. എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം വേണം എല്ലാവരും എക്സാം എഴുതാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ഒരു ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം വെക്കുന്നുണ്ട്. ഒരിക്കലും അതൊരു യൂട്യൂബ് ലൈവ് അല്ല. യൂട്യൂബ് ലൈവിൽ നിങ്ങൾക്ക് കമന്റ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ നമുക്കറിയാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം ഈ വരുന്ന ഞായറാഴ്ച നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയ്ക്ക് അവസാനം പറയാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യം ഒന്ന് കാണുക. ഓക്കെ, എന്താണ് നമുക്കിന്ന് ചെയ്യേണ്ടത്? എക്സാം സിറ്റിയും അതുപോലെ തന്നെ എക്സാം ഡേറ്റും നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം റോൾ നമ്പറും വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കണം? ഇതാ ഈ ലിങ്ക് വഴിയാണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുള്ളത്. ഈ ലിങ്ക് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ലിങ്ക് നമ്മളുടെ യോധ ഗ്രൂപ്പിൽ SSC GD യോധ ഗ്രൂപ്പ് ദിശേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ നേരെ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ദാ ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്ട്രേഷൻ നമ്പർ, എക്സാം ഡേറ്റ്, റിപ്പോർട്ടിംഗ് ടൈം, എക്സാം സിറ്റി, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. എന്തേ ചെയ്യേണ്ടതുള്ളൂ? എടാ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. നേരെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലെത്തും. അവിടെ നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് ബോക്സ്, ഈ ചെക്ക് ബോക്സും കൂടെ കൊടുത്തു കഴിഞ്ഞ് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ ഇവിടെ വരും നിങ്ങളുടെ റോൾ നമ്പർ നമുക്ക് ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രജിസ്ട്രേഷൻ നമ്പറാണ്. ഇവിടെ റോൾ നമ്പർ വരും. അതുപോലെ നിങ്ങളുടെ എക്സാം ഡേറ്റ്, ഇവിടെ ഞങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ, ഇവിടെ ദിശ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാം സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്തത്. അവിടെ നോക്കുമ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള എക്സാം ഡേറ്റ് 27/2/2024 അപ്പോൾ ഫെബ്രുവരി 27 അയാളുടെ എക്സാം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈമും ഷിഫ്റ്റും 1:15 ഉച്ചയ്ക്ക് 1:15 റിപ്പോർട്ടിംഗ് ടൈം ഉള്ളത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് 3 ആണ് വന്നിട്ടുള്ളത്. ഈ എക്സാം സിറ്റി പറഞ്ഞിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ്. അതായത് ട്രിവാൻഡ്രത്ത് 2 സെന്ററുകളുണ്ട്. അതിൽ ഒരു സെന്ററിലാണ് എന്തുള്ളത്, നമ്മളുടെ ഇയാളുടെ എക്സാം സെന്റർ ഉള്ളത്. അപ്പോൾ ഏത് സെന്റർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഏത് സിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ അഡ്മിറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്തുണ്ട്, ഇങ്ങനെ തന്നെ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് എല്ലാവരും ആദ്യത്തെ ദിവസം ആവരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ നമുക്ക് കുറച്ചൊക്കെ പഠിക്കാലോ, ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കാലോ എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന ഡേറ്റ് ഏതാണെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കമന്റ് ചെയ്യുക. നമ്മളുടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 25-ാം തീയതിക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വരണമെന്നാണ്. അപ്പോൾ 5 ദിവസത്തെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടുള്ള പഠിത്തം പ്ലാൻ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഗൂഗിൾ മീറ്റിലുള്ള പ്ലാറ്റ്ഫോമിൽ വെബിനാർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. എങ്ങനെയാണ് എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടതല്ല, പ്രിപ്പറേഷനൊക്കെ നമ്മൾ ഏതാണ്ട് തീർത്തിട്ടുണ്ട്. എങ്ങനെയാണ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് വെബിനാർ ഉള്ളത്. അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി എത്ര ദിവസം നിങ്ങൾക്ക് ഉണ്ടെന്നും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഡാറ്റയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എല്ലാ സംശയങ്ങളുമായിട്ട് വെബിനാറിലേക്ക് വരിക. അപ്പോൾ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങളെ പേരും റോൾ നമ്പറും രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാം. നിങ്ങളെ വെബിനാറിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സംശയങ്ങളും തീർത്തതിന് ശേഷം ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഡേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. അങ്ങനെ എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.